എന്താണ് ഫ്രോസൺ ഷോൾഡർ? ആയുർവേദ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ജിക്കു എലിയാസ് ബെന്നി സംസാരിക്കുന്നു. എന്താണ് ഫ്രോസൺ ഷോൾഡർ അഥവാ പെരിയാർത്രൈറ്റിസ് ഷോൾഡർ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത്? തോൾ സന്ധിയെ പൊതിഞ്ഞിരിക്കുന്ന ആവരണം അഥവാ ക്യാപ്സ്യൂൾ കട്ടിയാവുന്നതാണ് പെരിയാർത്രൈറ്റിസ് ഷോൾഡർ എന്ന വാക്കുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. പൊതുവെ സ്ത്രീകളിലാണ് ഈ അസുഖം കൂടുതലായി കാണപ്പെടുന്നത്. 50 വയസ്സിനോടടുപ്പിച്ചാണ് കൂടുതൽ ആളുകളിലും ഈ രോഗം കണ്ടുവരുന്നത്. പ്രമേഹ രോഗികളിൽ ഈ അസുഖം കൂടുതലായി കണ്ടുവരുന്നു. എന്തൊക്കെയാണ് പെരിയാർത്രൈറ്റിസ് ഷോൾഡറിൻ്റെ ലക്ഷണങ്ങൾ എന്ന് നോക്കാം. വേദനയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം. പ്രത്യേകിച്ചും രാത്രിയായിരിക്കും വേദന കൂടുതലായി അനുഭവപ്പെടുക. കുറച്ചധികം സമയം വേദനയുള്ള തോൾ അനക്കാതെ വെച്ച് പിന്നീട് അനക്കുമ്പോഴാണ് അസഹ്യമായ വേദന അനുഭവപ്പെടുന്നത്. രണ്ടാമതായി, വേദനയുള്ള തോളിൻ്റെ ചലനക്ഷമത്വം കുറയുന്നതാണ് പ്രത്യേകത. പ്രത്യേകിച്ചും തോളിൻ്റെ ഉള്ളിലേക്കും പുറത്തേക്കും ചലിപ്പിക്കാൻ ആണ് ആദ്യം ബുദ്ധിമുട്ട് അനുഭവപ്പെടുക. ശേഷം എല്ലാ ചലനങ്ങളും ബുദ്ധിമുട്ടാവുകയും പിടുത്തം കാരണം മറു കൈകൊണ്ട് ബലം കൊടുത്താൽ പോലും ചലിപ്പിക്കാനാവാതെ ഉറച്ചിരിക്കുന്നതായും കാണപ്പെടുന്നു. ദൈനംദിന ജീവിതത്തിൽ ചെയ്യേണ്ട മിക്കവാറും കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാൻ സാധിക്കാതെ വരികയും ചെയ്യും. എന്തൊക്കെയാണ് ഫ്രോസൺ ഷോൾഡർ എന്ന അസുഖം വരാനുള്ള കാരണമെന്ന് നോക്കാം. ചില രോഗികളിൽ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഈ അസുഖം കാണാറുണ്ട്. പ്രമേഹമുള്ള ആളുകളിലാണ് സാധാരണയായി കൂടുതലായി കണ്ടുവരുന്നത്. കഴുത്തുവേദന, പാർക്കിൻസൺസ് രോഗം അഥവാ കമ്പവാതം തുടങ്ങിയ രോഗാവസ്ഥകളും ഈ അസുഖത്തിന് കാരണമാകാറുണ്ട്. പരിക്ക് പറ്റിയതിനു ശേഷമുള്ള ആദ്യഘട്ടത്തിൽ കൃത്യമായി കെട്ടിവെക്കാതിരിക്കുന്ന രോഗികളിലും കാലക്രമത്തിൽ ഈ അസുഖം കണ്ടുവരുന്നു. പരിക്ക് വന്ന് കെട്ടിവെച്ച രോഗികളിൽ കൃത്യസമയത്ത് ചലിപ്പിക്കാനുള്ള വ്യായാമങ്ങൾ ചെയ്യാതിരുന്നാലും ഈ അസുഖം ഉണ്ടാകുന്നു. അതുകൂടാതെ തോളിൽ ഉള്ള പേശികൾക്കുണ്ടാകുന്ന നീർക്കെട്ടിന് കൃത്യസമയത്ത് വേണ്ട ചികിത്സ ചെയ്യാതിരുന്നാലും ഈ അസുഖത്തിന് കാരണമാകാറുണ്ട്. ഇത്തരം അവസ്ഥകളിൽ കൃത്യമായി ചികിത്സ ചെയ്യാതിരിക്കുമ്പോൾ വേദന കൊണ്ട് തോൾ ചലിപ്പിക്കാതിരിക്കുന്നതാണ് ഫ്രോസൺ ഷോൾഡർ ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം. എന്തൊക്കെയാണ് ഫ്രോസൺ ഷോൾഡറിൻ്റെ വിവിധ രോഗഘട്ടങ്ങൾ എന്ന് മനസ്സിലാക്കാം. ആദ്യത്തെ ഘട്ടത്തിൽ വേദന വളരെ കൂടുതലായിരിക്കും. രാത്രി ഉറക്കത്തിൽ നിന്ന് വേദന കൊണ്ട് പലവട്ടം എഴുന്നേൽക്കേണ്ടതായി വരും. പ്രത്യേകിച്ചും തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോൾ വേദന കാരണം എഴുന്നേൽക്കുകയും തുടർന്ന് ഉറങ്ങാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചെയ്യും. ആദ്യത്തെ ഘട്ടത്തിൽ ചലനത്തിൻ്റെ അവസാന ഘട്ടങ്ങളിൽ മാത്രമേ പിടുത്തമുണ്ടാവുകയുള്ളൂ. ആദ്യഘട്ടം 2 മുതൽ 9 മാസം വരെ നിലനിൽക്കുന്നു. രണ്ടാമത്തെ ഘട്ടത്തിൽ വേദന കുറയുകയും പിടുത്തം കൂടുകയും ചെയ്യും. പിടുത്തം കൂടുന്നതുകൊണ്ട് തോളിൻ്റെ ചലനം വളരെ ബുദ്ധിമുട്ടാകും. ദൈനംദിന പ്രവർത്തികൾക്ക് കൂടുതൽ പ്രയാസം അനുഭവപ്പെടുകയും ചെയ്യും. വേദന കുറവുണ്ടെങ്കിലും ഈ ഘട്ടത്തിലും ഉറക്കം പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആദ്യ 2 ഘട്ടങ്ങളിലും വേദനയോടൊപ്പം ഉള്ള ഉറക്കമില്ലായ്മ രോഗികളിൽ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. രണ്ടാം ഘട്ടം 4 മുതൽ 12 മാസം വരെ നീണ്ടു നിൽക്കും. മൂന്നാമത്തെ ഘട്ടത്തിൽ തോളിൻ്റെ ചലനം കുറച്ചുകൂടി എളുപ്പമാകും. ഏകദേശം 5 മുതൽ 24 മാസം വരെയാണ് ഈ ഘട്ടം നീണ്ടു നിൽക്കുക. 40% ആളുകളിൽ വേദനയും പിടുത്തവും 3 കൊല്ലത്തിന് മുകളിൽ നീണ്ടു നിൽക്കും. അതുകൊണ്ട് തന്നെ എത്രയും വേഗം രോഗലക്ഷണങ്ങൾ കുറച്ച് മുമ്പ് ചെയ്തിരുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ തുടരാൻ രോഗിയെ പ്രാപ്തനാക്കുന്ന ചികിത്സയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് ഈ അസുഖത്തിൽ. ഫ്രോസൺ ഷോൾഡറിൽ ആയുർവേദ ചികിത്സ എത്രമാത്രം ഫലപ്രദമാണ് എന്ന് നോക്കാം. കൃത്യമായ വൈദ്യനിർദ്ദേശത്തോടെ ഉള്ളിൽ കഴിക്കുന്ന മരുന്നുകളും വ്യായാമവും ശീലിച്ചാൽ ആദ്യഘട്ടത്തിൽ 3 ആഴ്ച മുതൽ 6 ആഴ്ച വരെ എടുത്തും രണ്ടാമത്തെ ഘട്ടത്തിൽ 6 മുതൽ 10 ആഴ്ച വരെ എടുത്തും 90% രോഗികളിലും ബുദ്ധിമുട്ട് കുറയുന്നതായി കണ്ടുവരുന്നു. തോളിൻ്റെ ചലനം സാധാരണ രീതിയിലേക്ക് തിരിച്ചെത്താൻ സമയമെടുക്കുമെങ്കിലും വേദന, പിടുത്തം, രാത്രി ഉറങ്ങാനുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയവ പെട്ടെന്ന് തന്നെ ശമിക്കും. ഉള്ളിൽ മരുന്ന് കഴിക്കാതെ വ്യായാമം മാത്രം ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. പലപ്പോഴും വേദന കൊണ്ട് അത് തുടരാൻ സാധിക്കാതെ വരികയും ചെയ്യും. വ്യായാമമില്ലാതെ മരുന്ന് മാത്രം കഴിക്കുന്നത് കൊണ്ട് വിശേഷമില്ല. കൈ അനക്കാതെ വയ്ക്കുന്നത് ദീർഘനാൾ തുടർന്നാൽ പൂർവ്വസ്ഥിതിയിൽ ചലനക്ഷമത്വം തിരിച്ചു കിട്ടാൻ നീണ്ട കാലയളവ് വ്യായാമം ചെയ്യേണ്ടതായി വരും. മർമ്മ ചികിത്സ, അനുശസ്ത്ര ചികിത്സ, മൂക്കിൽ മരുന്നിറ്റിക്കുന്ന നസ്യം തുടങ്ങിയവ പെട്ടെന്ന് രോഗമുക്തിക്ക് സഹായിക്കുന്ന ചികിത്സാ പദ്ധതികളാണ്. വ്യാജ ചികിത്സകൾ, അനാവശ്യമായ വലിക്കലുകളും പിടിക്കലുകളും മറ്റു പല ഉപദ്രവ രോഗങ്ങൾക്കും കാരണമായേക്കാം. വേദന ഉള്ളതുകൊണ്ട് കെട്ടിവെക്കുകയോ അനക്കാതെ വയ്ക്കുകയോ ചെയ്യുന്നത് സ്ഥിതി കൂടുതൽ വഷളാകാൻ ഇടയാക്കും. എങ്ങനെയാണ് ഫ്രോസൺ ഷോൾഡർ എന്ന അസുഖത്തിൻ്റെ രോഗനിർണയം നടത്തുന്നത് എന്ന് മനസ്സിലാക്കാം. ശാരീരിക പരിശോധനയിലൂടെ തന്നെയാണ് ഈ അസുഖം കണ്ടുപിടിക്കുന്നത്. കൃത്യമായ ചില പരിശോധനകളിലൂടെ വളരെ വേഗം തന്നെ വിദഗ്ധ വൈദ്യന് രോഗനിർണയം നടത്താൻ സാധിക്കും. മറ്റസുഖങ്ങളില്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ട എക്സ്റേ, രക്തപരിശോധനകൾ എന്നിവ വേണ്ടിവന്നാൽ ചെയ്യാറുണ്ട്. ഏറ്റവും പ്രധാനം, മറ്റേതെങ്കിലും പ്രാഥമിക രോഗത്തിൻ്റെ ഉപദ്രവവ്യാധിയായാണ് ഈ അസുഖം വന്നിട്ടുള്ളതെങ്കിൽ പ്രാഥമിക അസുഖത്തിന് കൂടി ചികിത്സിക്കുക എന്നുള്ളത് പൂർണ്ണമായ രോഗശമനത്തിന് അത്യാവശ്യമാണ്. പ്രമേഹം,
തൈറോയ്ഡ് രോഗങ്ങൾ, പാർക്കിൻസൺസ് രോഗം തുടങ്ങിയവ പ്രാഥമിക അസുഖമായി കണ്ടുവരുന്നു. ഫ്രോസൺ ഷോൾഡർ വരാതിരിക്കാൻ എങ്ങനെ പ്രതിരോധിക്കാമെന്ന് നോക്കാം. ആവശ്യമുള്ള ചലനം എല്ലാ സമയത്തും തോളിന് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രമേഹമുള്ളവർ ഡോക്ടറോട് ചോദിച്ചു തന്നെ വേണ്ട രീതിയിലുള്ള വ്യായാമങ്ങൾ രോഗം വരാതിരിക്കാനായി ശീലിക്കാവുന്നതാണ്. തോളിലുണ്ടാവുന്ന ചെറിയ പരിക്കുകളും കൃത്യസമയത്ത് തന്നെ ചികിത്സയ്ക്ക് വിധേയമാക്കുക എന്നുള്ളതും അസുഖം വരാതിരിക്കാൻ പ്രധാനമാണ്. രണ്ടാമത്തെ കാര്യം, പരിക്ക് പറ്റിയതിന് ശേഷം കൃത്യമായ വൈദ്യനിർദ്ദേശം ശീലിക്കുക എന്നുള്ളതും ഡോക്ടറെ സമയബന്ധിതമായി കാണുക എന്നുള്ളതും പ്രധാനമാണ്. വ്യായാമം തുടങ്ങേണ്ട സമയത്ത് തന്നെ വ്യായാമം തുടങ്ങുക എന്നുള്ളതും പിന്നീടുണ്ടാകുന്ന ബുദ്ധിമുട്ട് ആലോചിക്കുമ്പോൾ തീർച്ചയായും ചെയ്യേണ്ടത് തന്നെയാണ്. തോളിന് ചെയ്തിട്ടുള്ള ശസ്ത്രക്രിയയ്ക്ക് ശേഷവും കൃത്യസമയത്ത് ആവശ്യം വേണ്ടുന്ന വ്യായാമത്തിന് വിധേയരാവുക എന്നുള്ളതും രോഗപ്രതിരോധത്തിന് വളരെ പ്രധാനമാണ്. അനാവശ്യമായ ചികിത്സകൾ എങ്ങനെയാണ് ഫ്രോസൺ ഷോൾഡറിൽ ദോഷം ചെയ്യുന്നത് എന്ന് നോക്കാം. പലപ്പോഴും 50 വയസ്സിന് മുകളിലുള്ള രോഗികളായതുകൊണ്ട് തന്നെ അനാവശ്യമായി വലിക്കുന്നതും അമിതമായ ബലം കൊടുക്കുന്നതും ദോഷം ചെയ്യാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് ഒരുപക്ഷെ അസ്ഥിക്ക് പൊട്ടലോ അതല്ലെങ്കിൽ പേശികൾക്ക് കീറലോ സംഭവിച്ചാൽ സ്ഥിതി കൂടുതൽ വഷളാകും. അതുകൊണ്ട് തന്നെ വ്യാജ ചികിത്സ ഒഴിവാക്കി വൈദ്യനിർദ്ദേശം സ്വീകരിക്കുക എന്നുള്ളത് ഈ അസുഖത്തിൽ പ്രധാനമാണ്. തന്നെയുമല്ല, മരുന്നിനോടൊപ്പം ആഹാരം, വ്യായാമം, ജീവിതശൈലിയിലെ ക്രമീകരണം തുടങ്ങിയവ ശ്രദ്ധിച്ചാൽ മാത്രമേ പരിപൂർണമായ രോഗമുക്തിയും വേഗത്തിലുള്ള രോഗശമനവും ലഭിക്കുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കേണ്ട വസ്തുതയാണ്. അവസാന ഘട്ടത്തിൽ പിന്തുടരേണ്ട വളരെ പ്രത്യേകതയുള്ള വ്യായാമങ്ങൾ കൊണ്ട് മാത്രമേ മുമ്പ് ശീലിച്ചിരുന്ന കാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തരം രോഗാവസ്ഥകളിൽ വ്യാജ ചികിത്സ പരിപൂർണമായി അകറ്റി നിർത്തി വിദഗ്ധ വൈദ്യനിർദ്ദേശം പാലിക്കേണ്ടത് പ്രധാനമാണ്. രാത്രി ഉറക്കം പ്രശ്നമാകുന്നതുകൊണ്ടുണ്ടാകുന്ന സങ്കടവും മാനസികമായ ബുദ്ധിമുട്ടുകളും കൂടി ഈ അസുഖത്തിൽ പരിഗണിക്കേണ്ടതുണ്ട്. ഫ്രോസൺ ഷോൾഡർ എന്ന അസുഖത്തിൻ്റെ ആയുർവേദ ചികിത്സ ചെലവേറിയതാണോ എന്ന് നോക്കാം. മരുന്നും പഥ്യവും വ്യായാമവും ഒത്തുചേർന്നുള്ള ചികിത്സാ രീതി ചെലവ് കുറഞ്ഞതാണ്. ചെലവേറിയ കാര്യങ്ങളൊന്നും തന്നെ ഈ ചികിത്സാ പദ്ധതിയിൽ സാധാരണഗതിയിൽ ആവശ്യമായി വരാറില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും താങ്ങാൻ ആവുന്ന ചെലവ് മാത്രമാണ് ചികിത്സയ്ക്കാവുന്നത്. എപ്പോഴാണ് ഡോക്ടറെ കാണേണ്ടത് എന്ന് മനസ്സിലാക്കാം. സമയം വൈകുന്നത് രോഗത്തിൻ്റെ പ്രയാണത്തിന് സഹായമാവുന്നതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ വൈദ്യനിർദ്ദേശം സ്വീകരിക്കുക എന്നുള്ളത് പ്രധാനമാണ്. ഏറ്റവും പ്രധാനം രോഗനിർണയം നടത്തുക എന്നുള്ളത് തന്നെയാണ്. പ്രാഥമിക രോഗമാണോ ഉപദ്രവ രോഗമാണോ എന്നുള്ളത് തിരിച്ചറിയേണ്ടതും ചികിത്സയിൽ പ്രധാനമാണ്. അതുകൊണ്ട് രാത്രി ഉറക്കത്തിൽ നിന്ന് വേദന കൊണ്ട് എഴുന്നേൽക്കേണ്ട സാഹചര്യം വന്നാൽ ഉടനെ തന്നെ ഡോക്ടറെ കാണുക എന്നുള്ളത് പ്രധാനമാണ്. പല ചികിത്സകൾ ചെയ്തതിന് ശേഷം രോഗമുക്തി ലഭിക്കാതെ വരുമ്പോൾ ആയുർവേദ ചികിത്സ കൊണ്ട് ഗുണം കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് നോക്കാം. തീർച്ചയായും പ്രയോജനം ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രണ്ടാമത്തെയും മൂന്നാമത്തെയും ഘട്ടത്തിലുള്ള രോഗി തിരക്ക് പിടിക്കാതെ ക്ഷമയോടുകൂടി എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ്. ആവശ്യം വേണ്ട അളവിൽ വ്യായാമം ചെയ്താൽ മാത്രമാണ് ഉള്ള ചലനം നിലനിർത്താനും നഷ്ടപ്പെട്ടു പോയവയെ തിരിച്ചു കൊണ്ടുവരാനും സാധിക്കും. 1-2 ദിവസങ്ങൾ കൊണ്ട് യാതൊരു വ്യത്യാസവും സംഭവിക്കുകയില്ല. പക്ഷേ 1-2 ആഴ്ചകൾ കൊണ്ട് തന്നെ രോഗലക്ഷണങ്ങൾക്ക് വ്യത്യാസം കൊണ്ടുവരാൻ സാധിക്കും. ചലനം പൂർവ്വസ്ഥിതിയിലാകാൻ 4 ആഴ്ച മുതൽ 8 ആഴ്ച വരെ എടുക്കാം. രോഗം വരാതെ എപ്പോഴും ആവശ്യം വേണ്ട ചലനം തോളിന് കൊടുക്കുക എന്നുള്ളതിന് ശ്രദ്ധ വയ്ക്കാം. അസുഖം വന്നാൽ പെട്ടെന്ന് തന്നെ വൈദ്യനിർദ്ദേശം പിന്തുടർന്ന് ഉടനടി രോഗമുക്തിക്കായി ശ്രമിക്കാം. നമുക്കൊന്നു ചേർന്ന് തോളിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാം. എന്താണ് ഫ്രോസൺ ഷോൾഡർ? ആയുർവേദ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ജിക്കു എലിയാസ് ബെന്നി സംസാരിക്കുകയായിരുന്നു.